ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മുടെ സിലബസ് വൈസ് ഭരണഘടനാ പാർട്ടിലുള്ള വിവരാവകാശങ്ങൾ വിവരാവകാശത്തെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ 10th ലെവൽ പ്രിലിംസിനൊക്കെ എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയയാണ് വിവരാവകാശം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വിവരാവകാശ നിയമം 2005 അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്തബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം എന്നാണ്? 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12 പാർലമെൻറ്റിൽ പാസ്സാക്കിയത് 2005 ജൂൺ 15 എന്നാണ് നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 12 ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് മാത്രമേ, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളത് മാത്രമേ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. അടുത്ത പോയിന്റ്, വിവരം ലഭിക്കുന്നതിനായി 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. വിവരം ലഭിക്കുന്നതിനായി 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. അടുത്ത പോയിന്റ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി 30 ദിവസത്തിനകവും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി 35 ദിവസത്തിനകവും ലഭ്യമാകും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. വിവരാവകാശ നിയമം 2005 അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ആയി രൂപീകരിക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. അടുത്ത പോയിന്റ്, ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയതെന്നാണ്? 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15 പക്ഷേ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 2005 ഒക്ടോബർ 12 ഒക്ടോബർ 12 നിയമം നിലവിൽ വന്നത്. പാസ്സാക്കിയത് 2005 ജൂൺ 15 ഇതെന്തിനു വന്നതാണ്? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കൊക്കെയാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. അടുത്ത പോയിന്റ്, വിവരം ലഭിക്കുന്നതിനായി 10 രൂപ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിവരം ലഭിക്കുന്നതിന് എത്ര രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പാണ്? കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. 10 രൂപയാണ് കേട്ടോ. അടുത്ത പോയിന്റ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി 30 ദിവസത്തിനകവും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി 35 ദിവസത്തിനകവും ലഭ്യമാകും. അപ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 30 ദിവസത്തിനകം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടിയാണെങ്കിൽ 35 ദിവസത്തിനകവും ലഭ്യമാകും. അടുത്ത പോയിന്റ് എന്താണ്? ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത് ആരാണ്? ഷാഹിദ് റാസെ ബർണെ ആണ്.
ഷാഹിദ് റാസെ ബർണയാണ് ഇന്ത്യയിൽ ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. എന്നാണ്? 2005 ഒക്ടോബർ 12 പൂനെ പോലീസ് സ്റ്റേഷനിലാണ് സമർപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച വ്യക്തിയാണ് ആര്? ഷാഹിദ് റാസെ ബർണ. എന്നാണ്? 2005 ഒക്ടോബർ 12 എവിടെ വെച്ചാ? പൂനെ പോലീസ് സ്റ്റേഷനിലാണ് സമർപ്പിച്ചത്. അടുത്ത പോയിന്റ്, ഓൺലൈനായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഓൺലൈനായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അടുത്ത പോയിന്റ് എന്താണ്? ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ടെലിഫോണിലൂടെ ആണെങ്കിൽ ഏതാ ആദ്യ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഓൺലൈനായിട്ടാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. ടെലിഫോൺ വഴിയാണെങ്കിലോ ഉത്തർപ്രദേശാണ്. അടുത്ത പോയിന്റ്, കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശമാണ്. കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ അറസ്റ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. അടുത്ത പോയിന്റ്, സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ മുതൽ 25,000 രൂപ വരെയാണ്. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ മുതൽ 25,000 രൂപ വരെയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താണ്? 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണേത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യയിൽ ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത് ഷാഹിദ് റാസെ ബർണയാണ്. ആരാണ് സമർപ്പിച്ചത്? ഷാഹിദ് റാസെ ബർണയാണ്. എന്നാ സമർപ്പിച്ചത്? 2005 ഒക്ടോബർ 12 എവിടെയാ സമർപ്പിച്ചത്? പൂനെ പോലീസ് സ്റ്റേഷനിലാണ്. അടുത്ത പോയിന്റ്, ഓൺലൈനായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണിത്? മഹാരാഷ്ട്ര. ഓൺലൈനായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അടുത്ത പോയിന്റ് എന്താണ്? ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഓൺലൈനായിട്ടാണെങ്കിൽ മഹാരാഷ്ട്ര, ബൈ ടെലിഫോൺ ആണെങ്കിൽ ആരാണ്? ഉത്തർപ്രദേശ്. അടുത്ത പോയിന്റ്, കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണേത്? അരുണാചൽ പ്രദേശ്. അപ്പോൾ ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. ഓൺലൈൻ ആണെങ്കിൽ മഹാരാഷ്ട്ര, ബൈ ടെലിഫോൺ ആണെങ്കിൽ ഉത്തർപ്രദേശ്, പിന്നെ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണെങ്കിൽ അരുണാചൽ പ്രദേശാണ്. അടുത്ത പോയിന്റ്, സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴയാണ് 250 രൂപ മുതൽ 25,000 രൂപ വരെ. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്ത് ആദ്യമായി വിവരാവകാശം നിലവിൽ വന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ്. 1766 നിലവിൽ വന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നിലവിൽ വന്ന രാജ്യമാണ് ഇത്? സ്വീഡൻ. 1766 വന്നത്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. 1997 ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. 1997 വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ഇത്? ഡൽഹി. 2001 ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്ത് വിവരാവകാശ നിയമം പാസാക്കിയത്. അടുത്ത പോയിന്റ് എന്താണ്? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലികാവകാശമാണ് എന്ത്? അഭിപ്രായ സ്വാതന്ത്ര്യം. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലികാവകാശമാണ് എന്ത്? അഭിപ്രായ സ്വാതന്ത്ര്യം. ഒന്നുകൂടെ നോക്കാം. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശം നിലവിൽ വന്ന രാജ്യം സ്വീഡനാണ്. 1766 വന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട്
വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. 1997 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ തന്നെ തമിഴ്നാട് എന്ന സംസ്ഥാനത്ത് വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. 2001 പാസ്സാക്കിയിട്ടുണ്ട് അവിടെ. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലികാവകാശമാണ് ഇത്? അഭിപ്രായ സ്വാതന്ത്ര്യം. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം ലോക്സഭ പാസ്സാക്കിയതെന്ന 2005 മെയ് 11 വിവരാവകാശ നിയമം ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ് 11 അടുത്ത പോയിന്റ്, രാജ്യസഭ എന്നാ പാസ്സാക്കിയത്? അടുത്ത ദിവസം തന്നെ 2005 മെയ് 12 തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭ പാസ്സാക്കി. അടുത്ത പോയിന്റ്, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്ന 2005 ജൂൺ 15 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചപ്പോൾ 2005 ജൂൺ 15 അടുത്ത പോയിന്റ് എന്താണ്? നിയമം എന്ന നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അപ്പോൾ 3 മാസങ്ങളോട് പഠിക്കാണ്ട്. ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ്യിലാണ്, മെയ് 11 രാജ്യസഭ പാസ്സാക്കിയത് 2005 മെയ് 12 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2005 ജൂൺ 15 രാഷ്ട്രപതി 2005 ജൂൺ 15 നിയമം എന്ന നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 നിയമം എന്ന നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഒന്നുകൂടെ വായിക്കാം. ലോക്സഭ പാസ്സാക്കിയത് 2005 മെയ് 11 രാജ്യസഭ പാസ്സാക്കിയത് 2005 മെയ് 12 രാഷ്ട്രപതിയുടെ അംഗീകാരം എന്ന 2005 ജൂൺ 15 നിയമം നിലവിൽ വന്നതെന്ന 2005 ഒക്ടോബർ 12 അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം 2005 ആകെ എത്ര അധ്യായങ്ങളാ? 6 അധ്യായങ്ങളുണ്ട്. ആകെ എത്ര വകുപ്പുകളാ? 31 വകുപ്പുകളുണ്ട്. ആകെ എത്ര പട്ടികകളാ? 2 പട്ടികകളുണ്ട്. വിവരാവകാശ നിയമം 2005 ആകെ അധ്യായങ്ങൾ 6, വകുപ്പ് 31, പട്ടികകൾ എത്രയാ? 2. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമും. പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗുമാണ്. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതുവ്യാപാരികൾക്ക് ലഭ്യമാക്കുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ പൊതുവിവരത്തിൽ പെടും. ഇനിയും പെടും കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്ത് എഴുതിയിട്ടുള്ളൂ. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, അസം റൈഫിൾസ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, അടുത്തത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എക്സെട്ര എല്ലാം വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ശ്രദ്ധിക്കണം, ഇതൊന്ന് പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉൾപ്പെടുന്നത് ഏതാണെന്ന് പറഞ്ഞിട്ടും ഉൾപ്പെടാത്തത് ഏതാണെന്ന് പറഞ്ഞിട്ടും ഒക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആകെ അധ്യായങ്ങൾ എത്രയാണ്? പട്ടികകൾ എത്രയാണ്? പിന്നെ ആരായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. വിവരാവകാശ നിയമം 2005 ആകെ എത്ര അധ്യായങ്ങളാണ്? ആകെ 6 അധ്യായങ്ങളാണ്. ആകെ എത്ര വകുപ്പുകളാണ്? 31 വകുപ്പുകളാണ്. ആകെ എത്ര പട്ടികകളാണ്? 2 പട്ടികകളാണുള്ളത്. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ആരായിരുന്നു നമ്മുടെ രാഷ്ട്രപതി? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതുവ്യാപാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ പൊതുവിവരത്തിൽ പെടും.
അടുത്ത പോയിന്റ് എന്താണ്? വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, അസം റൈഫിൾസ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എക്സെട്ര എല്ലാം എന്താണ്? വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അടുത്ത പോയിന്റ്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. ഈ പോയിന്റെല്ലാം ഞാൻ നമ്മുടെ PYQൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൽ ഒരു തവണ പറഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് ഒന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറക്കണ്ട കേട്ടോ, എല്ലാവരും ഒന്നും കൂടി നോക്കിക്കൊണ്ടു. അടുത്ത പോയിന്റ്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. അടുത്ത പോയിന്റ് എന്താണ്? വിവരാവകാശ നിയമം രൂപീകരിക്കാൻ കാരണമായ സംഘടനയാണ് MKSS, മസ്ദൂർ കിസാൻ ശക്തി സംഘടന. 1987 രൂപീകൃതമായത്. എന്താണ്? രാജസ്ഥാൻ ആസ്ഥാനമായി നിലവിൽ വന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും കൂട്ടായ്മയാണ് എന്ത്? MKSS. രാജസ്ഥാൻ ആസ്ഥാനമായിട്ട് നിലവിൽ വന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും കൂട്ടായ്മയാണ് MKSS. അടുത്ത പോയിന്റ്, സ്ഥാപകരാരാണ്? അരുണ റോയി, ശങ്കർ സിംഗ്, നിഖിൽ ഡേ ഒക്കെയാണ് MKSSന്റെ സ്ഥാപകർ. അടുത്ത പോയിന്റ് എന്താണ്? ഈ നിയമം നിലവിൽ വന്നതോടെ അപ്രസക്തമായ നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇതാണ് വിവരാവകാശ നിയമത്തിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം രൂപീകരിക്കാൻ കാരണമായ സംഘടനയാണ് MKSS, മസ്ദൂർ കിസാൻ ശക്തി സംഘടന. 1987 രൂപീകൃതമായത്. ഇതിന്റെ സ്ഥാപകർ ആരൊക്കെയാണ്? അരുണ റോയി, ശങ്കർ സിംഗ്, നിഖിൽ ഡേ. ഇത് എന്തിനാണ് നിലവിൽ വന്നത്? രാജസ്ഥാൻ ആസ്ഥാനമായിട്ട് നിലവിൽ വന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും ഒരു കൂട്ടായ്മയാണ് MKSS. അടുത്ത പോയിന്റ് എന്താണ്? ഈ നിയമം നിലവിൽ വന്നതോടെ അപ്രസക്തമായ നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. വിവരാവകാശ നിയമത്തിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്നതാണ് എന്ത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട്, അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.